ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡന്റ് വിസ വരുന്നവർക്ക് ഏതൊക്കെ ജോബ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ നിങ്ങളിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും, എല്ലാ പണിയും ചെയ്യാൻ പറ്റത്തില്ലേ, പിന്നെ എന്തിനാണ് ഇവൻ ഈ വീഡിയോ ഇടുന്നത്? ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മിക്കപ്പോഴും കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. കാരണം വെച്ചാൽ മെയിനായിട്ട് ഡിപ്പെൻഡൻസിന്റെ മെയിൻ ഇഷ്യൂ ആണ്. കുറെ പേർക്ക് ലാംഗ്വേജ് അറിയത്തില്ല, കുറെ പേർക്ക് ഇവിടെ വന്നുള്ള ടെൻഷൻ, ഇവരുടെ എന്ന് വെച്ചാൽ വേറെ കൺട്രിയാണ്, വേറെ ലാംഗ്വേജ് ആണ്, വേറെ ആൾക്കാരാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഇടയ്ക്ക് നമ്മൾ സ്യൂട്ട് ആവുമോ, പിന്നെ ചിലവർക്ക് മനസ്സിലാവും, പക്ഷെ പറയാൻ അത്ര വശമില്ല. അപ്പോൾ അതിനൊക്കെ ഒരു ചെറിയൊരു ക്ലാരിറ്റി തരാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ പോവാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്കൊരു 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. പക്ഷെ അതിന് മുന്നേ ഞാൻ വേറെ കാര്യം പറയാം. ഡിപ്പെൻഡന്റ് വിസ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ നിങ്ങളുടെ പാർട്ണർ ഇവിടെ ഓൾറെഡി നിങ്ങളുടെ പാർട്ണറിന് വിസ ഉണ്ടെങ്കിൽ ആ വിസയിൽ നമുക്ക് ഡിപ്പെൻഡന്റിനെ കൊണ്ടുവരാൻ പറ്റും ഇങ്ങോട്ട്. അപ്പോൾ ആ വിസയിൽ കയറി വന്ന ആൾക്കാർക്ക് ഇവിടെ ഫുൾ ടൈം ആയിട്ട് ജോബ് ചെയ്യാം. എന്ന് വെച്ചാൽ മറ്റേ ഡിപ്പെൻഡന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സപ്പോസ് ഹസ്ബൻഡിനാണ് ഇവിടെ വിസ ഉള്ളതെന്ന് വെച്ചോ. അപ്പോൾ ഹസ്ബൻഡിന്റെ വിസ ഇപ്പൊ 5 വർഷത്തേക്കാണെങ്കിൽ 5 വർഷം നിങ്ങൾക്ക് ഡിപ്പെൻഡന്റ് ആയിട്ട് 5 വർഷം നിൽക്കാം. ഈ ഹസ്ബൻഡിന്റെ വിസ എന്ന് തീരുന്നു അന്ന് നിങ്ങളും പോകേണ്ടി വരും. കാരണം വെച്ചാൽ പുള്ളിയുടെ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതാണ് ഈ മെയിൻ ആയിട്ട് ഇവർ ഉദ്ദേശിക്കുന്ന ഡിപ്പെൻഡന്റ് വിസ കൊണ്ട്. അപ്പോൾ ആ വിസയെ വരുമ്പോൾ നിങ്ങളുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും, എന്ത് പരിപാടി വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അത് വെച്ചാൽ ഫുള്ളി ഫ്ലെക്സിബിൾ ആണ്. ഇപ്പൊ സ്റ്റുഡന്റ് വിസയിൽ വന്നത് അപേക്ഷിച്ച് ഡിപ്പെൻഡന്റ് വിസയിൽ വരുമ്പോൾ ഒന്നും കൂടി നിങ്ങൾ ഫ്ലെക്സിബിൾ ആണ്. നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് കൂടുതൽ അവേഴ്സ് ചെയ്യാൻ പറ്റും. സാധാരണ ഇപ്പോൾ സ്റ്റുഡന്റ് ആയിട്ട് വരണേ 20 മണിക്കൂർ, അതിന്റെ അപ്പുറത്തായിട്ട് പോയി കഴിഞ്ഞാൽ ഇഷ്യൂ ആണ്. പക്ഷേ ഡിപ്പെൻഡന്റ് വിസയിൽ വരുന്നവർക്ക് വിഷയമില്ല ഈ ഒരു സംഭവം. അപ്പോൾ അതൊരു ഗുഡാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ 3 കാറ്റഗറി ആയിട്ടിരിക്കാം. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോക്കായിട്ടുള്ള ആൾക്കാർ. അതായത് അവർക്ക് സംസാരിക്കാനും അറിയത്തില്ല, എന്നാ അവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ പോയിന്റ് ഒക്കെ വെച്ച് എന്താണ്ടൊക്കെ മനസ്സിലാവും, അങ്ങനത്തെ ആൾക്കാർ. രണ്ടാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ സംസാരിക്കാം, എന്ന് വെച്ചാൽ ഫ്ലുവന്റ് അല്ല, പിന്നെ മനസ്സിലാവുകയും ചെയ്യും അത്യാവശ്യമൊക്കെ. പിന്നെ മൂന്നാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം സംസാരിക്കും, അത്യാവശ്യം മനസ്സിലാവുകയും ചെയ്യും. പിന്നെ നാലാമത്തെ ആൾക്കാരെന്ന് വെച്ചാൽ അത്യാവശ്യം എന്ന് വെച്ചാൽ എന്നാ പറയാനാ അഡ്വാൻസ്ഡ് ലെവലിലുള്ള ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം ഡിഗ്രി ആയിട്ട് അത്യാവശ്യം വെൽ സ്പീക്കിംഗ് ആയിട്ടുള്ള അങ്ങനത്തെ ആൾക്കാർ. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാരെ ഏതൊക്കെ ജോബ് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാം, അതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് പറയാം. അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ അത്യാവശ്യം എന്നാ പറയാനാ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നിങ്ങൾ മനസ്സിലാവണം, കാരണം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഓക്കെ യെസ് അങ്ങനെയൊക്കെ പറഞ്ഞ് പോണ ടീമാന്ന് വെച്ചോ. നിങ്ങൾക്ക് പറ്റുവാണ് നിങ്ങൾ മാക്സിമം എല്ലാ ജോബും അപ്ലൈ ചെയ്തു. കാരണം എന്ന് വെച്ചാൽ ഞാൻ കണ്ടേക്കാന്ന് വെച്ചാൽ ഇവിടെ മിക്ക സ്റ്റുഡൻസും വരുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് കയറി പോകുന്നത്. അവിടെ IELTS പഠിച്ച് പാസ്സായെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മുടെ ഫീലിംഗ്സും കാര്യമൊക്കെ ഇങ്ങനെ ഒരു വർക്ക് പ്ലേസിൽ നമുക്ക് കുറെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യാൻ ചില സമയം നമുക്ക് വേർഡ്സ് ഒന്നും വരത്തില്ല. അങ്ങനത്തെ കുറെ ഇഷ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ IELTS എന്ന് പറഞ്ഞാൽ നമ്മൾ കഥ ഉണ്ടാക്കിയത് നമ്മുടെ ഇമാജിനേഷൻ, പക്ഷെ ഒരു റിയൽ ലൈഫിൽ ഒരു റിയാലിറ്റിയിൽ വരുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ സംസാരിക്കേണ്ടി, ചിലപ്പോൾ ഒരു വേർഡ് സ്റ്റാക്കോ അതൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാറ്റഗറി ആണെങ്കിൽ ഇവിടുത്തെ സ്റ്റുഡൻസ് മിക്കവരും ഞാൻ കണ്ടേക്കണം ഇങ്ങനത്തെ ഒരു കാറ്റഗറി കൂടി പോണതാണ്. അവർ പിന്നീടാണ് ഒന്നും കൂടി 1 വർഷം കഴിയുമ്പോഴാണ് ഒന്നും കൂടി എല്ലാം കേട്ട് ഇങ്ങനെ എന്താ പറയണ സ്റ്റോറായി ഒന്നും കൂടി ബെറ്റർ ആയിട്ട് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വന്നിറങ്ങുമ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നിങ്ങൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. മന്ത് ബൈ മന്ത് നിങ്ങളുടെ ഈ ഇംഗ്ലീഷ് മൊത്തം നിങ്ങളുടെ ബ്രെയിനിൽ ഫീഡാണ്. അപ്പൊ നിങ്ങൾ ഓരോ കാര്യങ്ങൾ മറ്റവർ പറയണത് ശ്രദ്ധിക്കും. ഓക്കെ, അത് തന്നെ നിങ്ങളുടെ കോപ്പിയും ചെയ്യും. ഞാൻ തന്നെ എന്നെ കണ്ടേക്കേണ്ടത്, ഞാൻ വന്നപ്പോൾ കുറെ കാര്യങ്ങളൊന്നും അല്ല ഞാനിപ്പോ പല രീതിക്കും പറയണത്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ സറൗണ്ടഡ് ചെയ്യുന്ന ആൾക്കാർക്കും നമ്മളെ കുറെ ഇമ്പാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ആണ്, നിങ്ങളുടെ സെയിം ലാംഗ്വേജിലുള്ള ആൾക്കാരാണ് ഇവിടെ മൊത്തം സംസാരിക്കണമെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഞാൻ ഈ വീഡിയോ പോലും കാണേണ്ട ആവശ്യമില്ല, വിട്ടേര്. സപ്പോസ് ഇപ്പൊ നിങ്ങളിപ്പോ ഒരു വൈറ്റ്സിന്റെ കൂടെയാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെ നിങ്ങളുടെ ചുറ്റും ഇംഗ്ലീഷാ, നിങ്ങളും പറയും ഓട്ടോമാറ്റിക്. അതാണ് ഒരു സംഭവം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മനസ്സിലാവും, കുഴപ്പമില്ലാണ്ട് പറയാനും അറിയാമെങ്കിൽ കുഴപ്പമില്ലാവേ നീയൊക്കെ കയറി പോക്കോളും, ഉള്ളത് പറയാല. അപ്പോൾ നിങ്ങൾക്ക് ഏത് ജോബ് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇപ്പൊ സ്റ്റുഡൻസ് ഒക്കെ അപ്ലൈ ചെയ്യണം, പക്ഷെ അവർക്ക് പാർട്ട് ടൈം, നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ കിട്ടണമൊക്കെ ചവറ് പോലെ അപ്ലൈ ചെയ്തു. ഇവിടെ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്തായാലും ഫണ്ടുണ്ട്. ഇനി ഞാൻ വേറൊരു കാറ്റഗറി ആൾക്കാരാണ്, ചിലർക്ക് ഭയങ്കര ഡിഗ്രി ഒക്കെ ഉണ്ട്, ഇവിടെ അത്യാവശ്യം പ്രൊഫഷണൽ ടൈപ്പ് ജോബൊക്കെ നോക്കണമെന്നുള്ളവരാണ്. അത്യാവശ്യം നല്ല ജോബിലൊക്കെ അപ്ലൈ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ പഠിച്ചത് ഏത് ഫീൽഡാണ്, നിങ്ങൾക്ക് അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ട് ഇംഗ്ലീഷ് ഇതൊക്കെ സംസാരിക്കാമെങ്കിൽ ഡയറക്റ്റ് നേരെ ജോബ് മാർക്കറ്റിലായിട്ട് ചാടിക്കും. അത്യാവശ്യം കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട്, ഇല്ലെന്നല്ല പറയണം, പക്ഷെ നിങ്ങൾ അവിടെ സർവൈവ് ചെയ്ത് കയറി പോകുള്ളൂ. അവർ ഈ വീഡിയോ കാണത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. ഓക്കെ, അവര് ഇത് ആക്കേണ്ട കേസില്ല. പിന്നെ വേറെ കുറച്ച് ആൾക്കാരാണ് മനസ്സിലാവും പക്ഷെ പറയാൻ അറിയത്തില്ല. ഇങ്ങനത്തെ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ആദ്യം. അപ്പൊ ആദ്യം തന്നെ അവർക്ക് മറ്റേ ഈ കസ്റ്റമർ ഫേസിംഗ് ആയിട്ടുള്ള ഒരു ജോബിലായിട്ട് വരാൻ താല്പര്യമില്ല. അതായത് ഫ്രണ്ട് ചെയ്യുക, ഓർഡർ എടുക്കുക, അവരുടെ ഇന്ററാക്ട് ചെയ്യണ ടൈപ്പ് ജോബ് താല്പര്യമില്ലാത്തവരാണ് ഒരു കാര്യം ചെയ്യുക. നിങ്ങൾ ബാക്ക് ഓഫ് ദി ഹൗസ് ഫോക്കസ് ചെയ്ത് ജോബ് അപ്ലൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ വർക്കുന്ന സ്ഥലത്താണെങ്കിൽ ഞാൻ ഫ്രണ്ട് ഓഫ് ദി ഹൗസ്, അപ്പം ഇതിനൊരു കിച്ചൺ ഉണ്ട്. കിച്ചണിലാണ് ഇതിന്റെ പ്രൊഡക്ഷൻ മൊത്തം നടക്കണം.
അവിടെ നിങ്ങൾക്ക് വേണ്ടത് സ്പീഡും പ്രൊഡക്ഷനുമാണ്. അതായത് ഇത്ര ടൈമിനുള്ളിൽ ഇത്ര പരിപാടി അവിടെ കംപ്ലീറ്റ് ആയാലാണ് താഴത്തുനിന്ന് ഫുഡ് പൊക്കത്തായിട്ട് വരത്തുള്ളൂ. അതായത് നമുക്ക് ലാങ്കർ ഫുൾ ആവണം രാവിലെ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേക്ക്. അപ്പൊ താഴത്തെ കിച്ചൺ ഓപ്പൺ ചെയ്യുന്ന 5 മണി തൊട്ട്. 5 മണിക്ക് ഒരു പ്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ 10 അങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പോ അവിടെ സ്പീഡാണ്. അവര് സംസാരിക്കാൻ പോലും അവർക്ക് സമയമില്ല. അവർക്ക് അവിടെ ഒരു ലീഡർ ഉണ്ടായിരിക്കും, ലീഡർ മീൻസ് സൂപ്പർവൈസർ ഉണ്ടായിരിക്കും, പിന്നെ മാനേജറും കാണും. മാനേജർ ഓൾറൗണ്ട് ഇങ്ങനെ നടക്കണത്. അപ്പോൾ ലീഡർ പറയും, അപ്പൊ ഇത് പരിപാടി കംപ്ലീറ്റ് ചെയ്യണം, അടുത്ത നമുക്ക് ആ ടാസ്ക് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ സ്പീഡ് അവരെ നിങ്ങൾ സംസാരിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ പരിപാടി നിങ്ങൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശമ്പളവും കിട്ടും, നിങ്ങൾക്ക് ഒരു അപ്രീസിയേഷനും കിട്ടും. പിന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പയ്യെ പയ്യെ ഇമ്പ്രൂവ് ആയി വരാം. അപ്പൊ ഇങ്ങനത്തെ ഒരു പേടിയുള്ളവർക്ക് അങ്ങനത്തെ ജോബ് സ്യൂട്ട് ആവും. ഞാൻ കണ്ടേക്കണം കുറെ അങ്ങനെയുണ്ട്. മറ്റേ കിച്ചണിൽ ടീം മെമ്പർ ആയിട്ട്, പിന്നെ എന്നതാണ് പിന്നെ എൻ്റെ ഈ ക്ലീനിങ് വർക്കും അങ്ങനത്തെ പരിപാടിക്കൊക്കെ അധികം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്നതാ മറ്റേ പോട്ടറൊക്കെ ആയിട്ട് നിൽക്കാം. അങ്ങനെ കുറെ പരിപാടി ഉണ്ടാവേ, നിങ്ങൾ അതൊന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ പറയാൻ പാടുള്ളവർക്ക് എന്ന് വെച്ചാൽ പറയാൻ ഒട്ടും അറിയാൻ മേലാത്തവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്തതാണ് ഈ പരിപാടിയൊക്കെ. പിന്നെ കുറച്ചൊക്കെ അത്യാവശ്യമൊക്കെ നിങ്ങൾക്ക് പറയാൻ അറിയാമെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, അപ്ലൈ ചെയ്തോ. അല്ല പിന്നെ വേറെ കുറച്ച് ആൾക്കാരാണ് മറ്റേ മനസ്സിലാവും, പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അവർക്ക് മനസ്സിലാവും. അതാണ് അവരുടെ ഗുഡ് പോയിന്റ്. ഇപ്പൊ ഒരാൾ നിങ്ങളോട്, ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളോട് ആ കാര്യം പറഞ്ഞ് ഓക്കെ, നിങ്ങൾക്ക് അത് മനസ്സിലായി, അത് ചെയ്യാനുള്ളത് നിങ്ങളത് ചെയ്തു, പരിപാടി അവിടെ കഴിഞ്ഞ്. അതേസമയം നിങ്ങൾക്ക് ആ പറഞ്ഞ പുള്ളി മനസ്സിലായില്ല, വെച്ചിട്ടിരുന്ന് കഴിഞ്ഞാൽ അവനും വട്ടാവും നിനക്കും വട്ടാവും. സോ അങ്ങനത്തെ ആൾക്കാർ ഈ പണിക്ക് പോകരുത്. ഇപ്പൊ നന്നായിട്ട് മനസ്സിലാവുന്നതുകൊണ്ട് നിങ്ങൾ ഏത് പണിയും ചെയ്തോ, വിഷയമൊന്നുമില്ല. അവർ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ മാക്സിമം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെയർ ഹൗസ് അങ്ങനത്തെ കുറെ പരിപാടിയിലൊക്കെ പോകും. അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അധികം നിങ്ങൾ കസ്റ്റമറിനെ കാണില്ല, പക്ഷെ മറ്റേ സൂപ്പർവൈസറും കാര്യമൊക്കെ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ പണിയൊക്കെ കുറെ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഞാൻ അഥവാ നിങ്ങൾക്ക് പറയാനും കൂടി അറിയാമെങ്കിൽ നേരെ മറ്റേ ഈ കസ്റ്റമർ ഫേസിംഗ് റോളിലായിട്ട് ഹോസ്പിറ്റാലിറ്റി ഫീൽഡ് നിങ്ങൾക്ക്, ഞാൻ ബാരിസ്റ്റയാണ്. ഞാൻ ആദ്യം കയറിയത് ടീം മെമ്പർ ആയിട്ടാണ്. അപ്പൊ എനിക്ക് ഈ ടില്ലിൽ നിൽക്കണം, അവരുടെ ഓർഡർ എടുക്കണം, അവരോട് ചോദിക്കണം, ഞാൻ കുറെ പ്രൊസീജിയർ ഉണ്ടാവേ, അവരെ കുറെ ഗ്രീറ്റിംഗ് ആണ്, ഹായ് ഹൗ ആർ യു, എങ്ങനെയാണ് നിങ്ങളുടെ ഡേ ഒക്കെ ചോദിക്കണം. അതൊക്കെ കഴിഞ്ഞ് ഹീറ്റിനാണ്, ടേക്ക് അവേ ആണ്, അങ്ങനെ മറ്റേന്ന് പറഞ്ഞ് അവര് കുറെ ഓർഡർ. ആദ്യമൊക്കെ വന്നിട്ട് ഇത് പൊന്നളിയാ, ഒന്നും മനസ്സിലാവത്തില്ല. ഞാൻ മറ്റേ ഒരു കോഫി ഷോപ്പിലേക്കാണ്. അപ്പൊ ഇവര് വന്നിട്ട് കുറെ എന്നാ പറയണ, ഈ ബ്രിട്ടീഷ് ആക്സെന്റ് കയറ്റി കുറണ്ട്, ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞോളെ. ലാറ്റയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അവന്റെ ചിലപ്പോ നമുക്ക് മനസ്സിലാവത്തില്ല. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലപ്പോ ഈ ഹോട്ട് മിൽക്ക് ഒക്കെ എനിക്ക് തിരിഞ്ഞു പോകും. പിന്നെ നമ്മളത് കേട്ട് നമുക്കത് മനസ്സിലാവൂടാവേ. അപ്പൊ എന്റെ ഒരു സജഷൻ, ആരും പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ കുറച്ചു കാലം കഴിയുമ്പോൾ നിങ്ങൾ സെറ്റ് ആവും. അത് നിങ്ങൾ ഓക്കെ, നിങ്ങൾ അവരായിട്ടുള്ള ഇവിടുത്തെ ആൾക്കാരായിട്ട് നിങ്ങൾ ഫ്രണ്ട്സ് ആവും, പിന്നെ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾ ആ ഒരു ബോണ്ടിങ് ഒക്കെ ബിൽഡപ്പ് ആവും. അപ്പോ ആദ്യമുള്ള ഒരു പ്രശ്നമാണ് ഇത്. ഞാനും ആദ്യം വന്നപ്പോൾ എനിക്കൊന്നും വേർഡ്സ്, ഞാൻ എന്നെ സംസാരിക്കാനേ ഇവരോട്, ഞാൻ അധികം സംസാരിക്കാറൊന്നും പോകാറില്ല. ഞാൻ അവിടെ ചെയ്യും, പണി ചെയ്യും, തിരിച്ചു പോകും. എന്നോട് കുഴപ്പമില്ല, നീ എന്നെ അധികം സംസാരിക്കാത്ത. അതിൽ പിന്നെ എന്നെ പുഷ് ചെയ്തേക്കണ എന്റെ അസിസ്റ്റന്റ് മാനേജറൊക്കെ, നീ സംസാരിക്കേ, ഞാനും ഇങ്ങനെയൊക്കെ ആയിരുന്നു. പുള്ളി വേറെ കൺട്രി ആയിരുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ, അപ്പൊ അവനായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ അവനൊക്കെ ആയിട്ടാണ് ഞാൻ പിന്നെ കൂടുതൽ സംസാരിച്ച് പിന്നെ നമുക്കൊരു കണക്ഷൻ വന്നത്. ഓക്കെ, ഇത്രേ ഉള്ളു, വലിയ തലവേണ കേസൊന്നുമല്ല. അപ്പോ അതൊക്കെ ഓർത്ത് വെക്കുക ഗൈസ്. പിന്നെ ഒട്ടും പറ്റിയല്ല എന്നുള്ളവർ ചിലവരുണ്ട്. മറ്റേ എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊന്നും, എനിക്ക് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യണം. അവർ മറ്റേ ഹൗസ് ബേസ്ഡ് വർക്കൊക്കെ നോക്കുക. അതായത് വർക്ക് ഫ്രം ഹോം, അത്യാവശ്യം ഡിഗ്രിയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഡാറ്റ എൻട്രിയോ അല്ലെങ്കിൽ പിന്നെ മറ്റേ കസ്റ്റമർ സർവീസോ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ നിങ്ങൾ ഇവിടെ നിന്ന് റിസർച്ച് ഒന്ന് ചെയ്താൽ മതി. ഇവിടെ അങ്ങനെ കുറെ ജോബ് വേക്കൻസി ഒക്കെ ഉണ്ട്. സിമ്പിൾ അല്ല കിട്ടാൻ. ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഞാനെന്ന് വെച്ചാൽ ഞാനിത് നിങ്ങൾക്കൊരു ഇൻഫോർമേഷൻ തരികയാണത്. പക്ഷേ ഇത് കിട്ടണമെന്നുണ്ട് നിങ്ങൾ അധ്വാനിക്കേണ്ടി വരും. ഇവിടെ അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാ പണിക്കും ചാറുപാറ അവർ അപ്ലൈ ചെയ്യണമുണ്ട്. അപ്പൊ അവരിൽ കോമ്പറ്റീഷൻ നിങ്ങൾ നേരിടേണ്ടി വരും. അപ്പൊ സിമ്പിൾ അല്ല, പക്ഷെ ഇങ്ങനത്തെയൊക്കെ പണി ഇവിടെ ഉണ്ട്. ഇങ്ങനത്തെയൊക്കെ പണി നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ താല്പര്യം ഇല്ലെന്നുണ്ട്, അതായത് ഇങ്ങനെ പുറത്തു പോയി പണിയെടുക്കാനുള്ള. എനിക്ക് കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പേർക്ക് മറ്റേ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇഷ്ടമല്ല, വീട്ടിൽ നിന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഈ പരിപാടിയൊക്കെ സുഖമാണ്. അതായത് വർക്ക് ഫ്രം ഹോം ബേസ്ഡ് ആയിട്ടുള്ള ജോബ്സ് ഒക്കെ ചെയ്യണത്. ഓക്കെ, അപ്പോ ഡിപെൻഡന്റ് വിസയിൽ വരുന്നവർക്ക് ഞാൻ ചെറിയൊരു അധികം ലെങ്ത് ആയി പോകുന്നില്ല. ഈ മെയിൻ കാര്യം ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇംഗ്ലീഷൊക്കെ നിങ്ങൾ അഥവാ നിങ്ങൾക്ക് ഒട്ടും അറിയത്തില്ലെന്നുണ്ട്, മാക്സിമം നിങ്ങൾ ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കാണുക. അവർ പറയണതൊക്കെ മനസ്സിലാക്കാൻ നോക്കുക. സബ് ടൈറ്റിൽസ് ഒക്കെ ഇട്ട് ആദ്യം കുറച്ച് കാണുക, പിന്നെ അതിന് സബ് ടൈറ്റിൽസ് മാറ്റിയിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളൊന്ന് ഇംഗ്ലീഷിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സംസാരിച്ച് പോവുക. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളായിട്ടൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നടക്കാത്തായിട്ട് ഒന്നുമില്ല. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും നടക്കും. നിനക്ക് റിച്ച് ആവണം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കുക. നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അല്ല അതിന്റെ അപ്പുറത്തെ ലാംഗ്വേജ് വരാൻ പഠിക്കാൻ പറ്റും. ഇവിടെ അങ്ങനെ എന്നാ പറയുക, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു പരിപാടിയൊന്നുമില്ല. സോ
ഇനി വരാൻ പോകുന്ന കുറെ ഡിപ്പെൻഡൻസ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ ഓൾ ദ ബെസ്റ്റ്. ലാംഗ്വേജ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബെറ്റർ ആയിരിക്കും. കാരണം വെച്ചാൽ കുറെ ഇപ്പൊ നിങ്ങൾക്ക് ഒട്ടും അറിയാൻ മേലെന്ന് വെച്ചാൽ, പക്ഷെ നിങ്ങൾക്ക് ഒരു ജോബ് കിട്ടിയെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ആ ഒരു എന്നാ പറയുക ആ സ്പേസ്, അതായത് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു സ്പേസിൽ ഒരു ഗ്രൂപ്പ് കണക്ഷൻ ഉണ്ടാവും. ആ ഗ്രൂപ്പിന് ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും. അതായത് ആ ഗ്രൂപ്പിലായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങളെ ലാംഗ്വേജ് കുറെ ഇമ്പ്രൂവ്. ഇപ്പൊ നിങ്ങൾ ആ ലാംഗ്വേജ് എന്നാ പറയാ ഇംഗ്ലീഷ് സംസാരിച്ച് ആ ഗ്രൂപ്പിലായിട്ട് കയറണമെന്നുണ്ട്. അങ്ങനത്തെ കുറെ ബെനിഫിറ്റും കാര്യമൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾ അധികം എനിക്ക് ആദ്യം പറ്റും, ഞാൻ അധികം സംസാരിക്കാറൊന്നുമില്ല ആദ്യമേ. അപ്പോൾ കുറെ കാര്യങ്ങളിൽ എനിക്ക് തോന്നിയ ഒരു ഫീലിംഗ് ആണ്. അതായത് ഞാൻ അവരുടെ ഇതിൽ നിന്ന് മാറിയ നിന്നത് എന്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. പിന്നെ ഞാൻ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. പക്ഷെ ആദ്യത്തെ അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ അധികം സംസാരിക്കാത്ത കാരണമാണ് ആ ഒരു കണക്ഷൻ എനിക്ക് ഇവിടെ ബിൽഡ് ആവാത്ത. അപ്പൊ മാക്സിമം നിങ്ങളിപ്പോ സംസാരിക്കാൻ അറിയത്തില്ലെങ്കിലും ഇവിടുത്തെ ആൾക്കാരെ നിങ്ങൾ കളിയാക്കാനൊന്നും പോണത്തില്ല. അതായത് നമ്മുടെ നാട്ടിലെ പോലെ എന്നാ പറയാൻ, എടാ നീ പറഞ്ഞ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ, ഇവിടെ എല്ലാവരും കണക്കാ. അതായത് ഞാനിപ്പോ UK കണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടെ എന്ന് വെച്ചാൽ ഒരു മൾട്ടി കൾച്ചർ, അതായത് പല രാജ്യത്തു നിന്നാണ് ഇവിടെ വന്ന് ഇറങ്ങിയത്. ബ്രിട്ടീഷേഴ്സ് എന്നൊക്കെ പറയാൻ 29% കണ്ടുള്ളൂ ഇപ്പൊ നിലവിലത്തെ പുതിയ കണക്ക് പ്രകാരം, ഒറിജിനൽ ബ്രിട്ടീഷേഴ്സ്. അപ്പോ ബാക്കി എല്ലാവരും പുറത്തുനിന്ന് അവിടെ നിന്ന്, അവരുടെയൊക്കെ ഇംഗ്ലീഷ് വലിയ ഇതൊന്നുമില്ല, നമ്മളെക്കാളും കച്ചറ പിടിച്ച് ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അവരൊക്കെ ഇവിടെ സർവൈവ് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങളപ്പോ മനസ്സിലാക്കാൻ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പറയാൻ നിങ്ങൾ പയ്യെ പഠിച്ചോളൂ. ഓക്കെ, വേറെ വിഷയമൊന്നും ഉള്ള കാര്യമൊന്നുമല്ല ഇത്. കുറെ പേര് എനിക്ക് വലിയ കാര്യമായിട്ട് മെസ്സേജ് അയക്കണം, അയ്യോ ഇങ്ങനെയാണ് എങ്ങനെയാണ്. ഞാൻ പറയും സിനിമ കാണുക, കുറെ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലൊക്കെ വായിക്കാൻ, റീഡിംഗ് ഒക്കെ നിങ്ങൾ കുറെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ നോക്കുക, ഹെൽപ്പ് ചെയ്യുക. ജോബിന് അപ്ലൈ ചെയ്യുക, നിങ്ങൾ കയറുക, നിങ്ങൾ ഒന്നും മടിക്കൊന്നും വേണ്ട. കയറി നിങ്ങൾ അവരൊക്കെ പറയണതൊക്കെ എന്താണെന്നൊക്കെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അതായത് ഇപ്പൊ നമ്മളൊരു ഒന്നും അറിയാൻ മേലാത്ത പണിക്ക് കയറി ഒരു 3 മാസം നമുക്കൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ട് എന്താണേലും. അത് കഴിഞ്ഞ് നിങ്ങൾ കണ്ണടച്ചാണെങ്കിലും നെക്കി കഴിഞ്ഞ് ആ സ്ഥലത്ത് തന്നെ നിൽക്കും. അങ്ങനത്തെ ഒരു സാധനത്തിലായിട്ട് വരും നിങ്ങൾ എന്താണേലും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് റിപ്ലൈ പറയാൻ പറ്റും. ആദ്യമൊക്കെ ഞാൻ ചിന്തിക്കും, ഓക്കെ മലയാളം ഞാൻ കൺവേർട്ട് ചെയ്ത് ഇംഗ്ലീഷിലാക്കും, എന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അവരെങ്ങനെ കേട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വായി വരും. നമ്മൾ അധികം ചിന്തിക്കാൻ നിൽക്കുന്നില്ല, ആ ഒരു സാധനം കിട്ടും. അപ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, കയറി വരിക. പിന്നെ ഡിപ്പെൻഡ് വിസ ഫുൾ ടൈം ആണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി വെറുതെ കളയരുത് വീട്ടിലിരുന്ന്. അപ്പോൾ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നിങ്ങൾക്ക് എമൗണ്ട് ഇവിടെ ജനറേറ്റ് ചെയ്യാൻ പറ്റും, അത്യാവശ്യം സേവിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കയറി വരുന്നവർക്ക് ഓൾ ദ ബെസ്റ്റ്. ഇതൊന്നും എനിക്ക് പറയണമെന്ന് തോന്നി, അതാണ് കുറെ പേർക്ക് ഉള്ള ഒരു ഡൗട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു മറ്റൊരു വീഡിയോ തന്നെ കാണാം. ബൈ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ കമന്റ് ഇട്ടോ നമുക്കത് വീഡിയോ അടിച്ചു തന്നതാണ്. ഓക്കെ, ശരി.